بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أهل حكما وألحقني بالصالحين وجعلني لسان صدق للآخرين وجعلني ورثة جنة النعيم ربي يسر ولا تعسر وزدني وزدنا علما وحلما وفهما وحفظا وأدبا وعقلا وحكمة وإيمانا كاملا رب تمم بالخير والسعادة رب تمم بالخير والسعادة رب تمم بالخير والسعادة ആരംഭമായ മുത്തനബിയോടെ മീലാദ് വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി ആരംഭമായ മുത്തനബിയോടെ മീലാദ് വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി وهل لمولد قرة العينين أشرف خلق الله أحمد طه رسول الله ആരംഭപ്പൂവായ മുത്തുനബിയോടെ മീലാദ് വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി وهل لقبة الخضراء قبة سيد الكونين أفضل قرة العينين ആരംഭപ്പൂവായ മുത്തുനബിയുടെ മീലാദ് വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹദറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖായ അല്ലാഹ് كلام قديم لا يمل سماعه تنزه عن قول وفعل ونية به أشتبي من كل داء ونوره دليل لقلبي عند جهلي وحيرتي فيا ربي متعني بسر حروفه ونذر به قلبي وسمعي ومقلتي മുബാറക്കായ ഈ മജ്‌ലിസിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന ജില്ലത്തുൽ മുഅല്ലിമിന്റെ കണ്ണൂർ മേഖല പ്രസിഡന്റ് ബഹുമാനിയായ അബ്ദുൽ റഹീം കശ്മീരി സ്ഥാപനങ്ങളെ ലജ്നത്തുൽ മുഅല്ലിമിൽ കണ്ണൂർ മേഖല സെക്രട്ടറി ബഹുമാനിയായ ഷാജഹാൻ മന്നാനി അവർക്ക് അതുപോലെ മഹത്തായ മഹനീയമായ ഈ സദസ്സ് ഈ മജ്‌ലിസ് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട നമ്മുടെ ജമാഅത്തിന്റെ ഇമാം, നമ്മുടെ ഈ മഹല്ലിന്റെ നാടിന്റെ ആത്മീയ വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനനായ ഈ അജാസുൽ കൗത്തരി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പണ്ഡിത മഹത്തുക്കളെ, ഉസ്താദുമാരെ, അല്ലാഹു നമ്മേവരെയും ഖബൂലാക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിനെ അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ പാരായണം ചെയ്യപ്പെടുന്ന മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കേവർക്കും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സമയ ചുരുക്കം എനിക്കല്ല, പലർക്കും. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. അതിൻ്റെ എനിക്ക് മനസ്സിലാകുന്നത്
ഇമാമത്തിന് എത്തുന്നതിനേക്കാളും ഒക്കെ നേരത്തെ പലയിടത്തും മൗലൂദുകൾ ഏറ്റിട്ടുണ്ടാകും വരെ കാരണം നമ്മുടെ ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം, ഈ കണ്ണനല്ലൂർ ഈ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ 1 മുതൽ 30 വരെയും മൗലിദ് സദസ്സുകൾ ധാരാളമുണ്ട്. മാദഹീങ്ങൾ അതുകൊണ്ട് തന്നെ കണ്ണനല്ലൂർ മേഖലയിൽ അധികമാണ്. മറ്റൊരു ജില്ലയിലും മറ്റൊരു മേഖലയിലും ഒരു താലൂക്കിലും ഒരു പഞ്ചായത്തിലും കാണാത്ത ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഒരു നാടാണ് നമ്മുടെ ഈ കണ്ണനല്ലൂർ. കുളപ്പാടം മുതൽ ഈ കണ്ണനല്ലൂർ ഭാഗം മുഴുവൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഉസ്താദുമാരും മൗലൂദും അങ്ങനെയുള്ള മുറുദ മജ്ലിസും ഒക്കെ ഏറ്റിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആ ഏറ്റ സമയത്ത് അവിടെ ചെല്ലണമല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇൻഷാ അല്ലാഹ് പലരും നേരത്തെ തന്നെ പോകണമെന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സോ എന്റെ സംസാരമോ അതിനൊന്നും തടസ്സമാകില്ല. 15-20 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 20 മിനിറ്റ് അല്ല, 20 വർഷമല്ല, 20 കോടി വർഷം, 20 കോടി വർഷം നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് പറഞ്ഞാലും തീരാത്ത മദഹ് എഴുതാനും പറയാനും പഠിക്കാനും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുണ്ട്. അത്രത്തോളം വിശാലമായി കിടക്കുകയാണ് പ്രവാചകരുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് ആലാപനങ്ങൾ, കീർത്തനങ്ങൾ, പ്രകീർത്തനങ്ങൾ. അപ്പോ ആ പ്രവാചകരുടെ മാദഹീങ്ങളിൽ പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം എന്ന് മാത്രമല്ല, മാദിഹാകണം, നമ്മൾ ആശിപ്പാകണം. അതിനാണ് നമ്മൾ മജ്ലിസുകൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊരു മദ്ഹു റസൂൽ പ്രഭാഷണമാണ്. സഹോദരങ്ങളെ, ലോകത്താദ്യമായി നബിതങ്ങളെ കുറിച്ച് മദ്ഹ് പറഞ്ഞതാരാണ്? മദ്ഹ് പ്രഭാഷണം നടത്തിയതാരാണ്? മറ്റാരുമല്ല, പ്രവാചകരെ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന ലോകത്തിന് പരിചയപ്പെടുത്തിയ റബ്ബുൽ ആലമീനായ പടച്ചവൻ. ആ റബ്ബുൽ ഇസ്സത്താണ് ലോകത്ത് ആദ്യമായി അല്ലാഹുവിനെ മദ്ഹ് ചെയ്തത്. അല്ലേ? അതിൽ സംശയമുണ്ടോ? അല്ലാഹുവിനെ കുറിച്ച്, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ എത്രയോ ഇടങ്ങളിലാണ് പടച്ചവനായ തമ്പുരാൻ വാദോരാതെ പറഞ്ഞിട്ടുള്ളത്. നബിതങ്ങളുടെ അവയവങ്ങളെ കുറിച്ച്, ജീവിത രീതിയെ കുറിച്ച്, പ്രവാചകരുടെ വിശേഷണങ്ങളെ കുറിച്ച്, അങ്ങനെ തുടങ്ങി പ്രവാചകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മുഴുവനും അല്ലാഹു തആല പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകത്തെ ആദ്യത്തെ മാദിഹ് റസൂൽ അത് പടച്ചവൻ ആണ്. അപ്പൊ അല്ലാഹു ചെയ്തത് കൊണ്ട് നമുക്ക് ആർക്കും ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതൊരു നിർബന്ധമായ ഒരു അമലായിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായും അല്ലാഹുവിന്റെ സൃഷ്ടാവായ ആ പടച്ചവന്റെ പടപ്പുകളായ നമുക്ക് ചെയ്യൽ നിർബന്ധമായി മാറും. അതുകൊണ്ട് സഹോദരങ്ങളെ, മദ്ഹ് ചെല്ലുക, അത് പറയുക, പറയിപ്പിക്കുക, പറയുന്ന സദസ്സിൽ പങ്കെടുക്കുക, അത് ഒരിക്കലും ഒരു ബിദ്അത്തോ ഒരു ശിർക്കോ ആയി മാറുന്നില്ല എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഒരു കവി പറഞ്ഞതുപോലെ, وإن بالغ المثنى عليه وأكثرا إذا الله أثنى بالذي هو أهله عليه فما مقدار ما تمدح الورى. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു മദ്ഹ് ചെയ്തതുപോലെ ലോകത്ത് ഒരൊറ്റ പടപ്പുകളും നബിതങ്ങളെ കുറിച്ച് മദ്ഹ് പറഞ്ഞിട്ടില്ല. എത്രത്തോളം സഹോദരങ്ങളെ, ഈ ആകാശ ഭൂമിയേക്കാൾ വലിപ്പമുള്ള വിശാലമായ നിലയിൽ, സമുദ്രത്തിനേക്കാൾ വിശാലമായ നിലയിൽ അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, ശഫീഉൽ വറയെ കുറിച്ച്, തൗഹ റസൂലുള്ളാഹിയെ കുറിച്ച് ധാരാളം മദ്ഹ് ആലാപനങ്ങൾ നടത്തിയിരിക്കുന്നു. ആ അല്ലാഹുവിന്റെ ഇനി എത്ര ദിവസം നമ്മൾ ഇവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മദ്ഹ് ചൊല്ലിയാലും സ്വലാത്ത് ചൊല്ലിയാലും, എത്ര ദിവസം നമ്മൾ മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചാലും അല്ലാഹ് പറഞ്ഞതിനോടൊപ്പം എത്താൻ നമുക്ക് ആർക്കും പറ്റൂല. അത്രത്തോളം വിശാലമായി അല്ലാഹ് പറഞ്ഞു കഴിഞ്ഞു.
وإنك لعلى خلق عظيم. അല്ലാഹു പറഞ്ഞതാണ് ഒരു മദ്ഹ്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മദ്ഹാണ് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ഒരു പ്രവാചകന്മാർക്കും ഇതേവരെ ഇല്ലാത്ത സവിശേഷത, സ്വഭാവ വൈശിഷ്ട്യം ലോകത്തിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്രവാചകരുടെ സ്വഭാവത്തിനെ മത്സരിക്കാൻ, സ്വഭാവത്തിനോട് കിടപിടിക്കാൻ ആദം നബിക്ക് കഴിഞ്ഞിട്ടില്ല, ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞിട്ടില്ല, മൂസാ നബിക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു പ്രവാചകന്മാർക്കും കഴിഞ്ഞിട്ടില്ല. ആ സ്വഭാവമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലിമീങ്ങളായ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. പ്രവാചകരുടെ ഒരു കാര്യം നമ്മൾ അനന്തരമായി ഏറ്റെടുത്തു. എന്ത്? അത് ഇൽമാണ്. ആ ഇൽമ് നമ്മൾ അനന്തരമായി ഏറ്റെടുക്കുകയും അത് പ്രബോധനം ചെയ്യുന്നവരുമാണ് നമ്മൾ. എന്നാൽ പ്രവാചകരുടെ ജീവിതം, സ്വഭാവം അത് നമ്മൾ ഏറ്റെടുക്കണം, അനന്തരമായി ഏറ്റെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ മുഫസ്സിരീങ്ങൾ ധാരാളം വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് സ്വഹാബാക്കൾ വന്ന് ചോദിക്കും, നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, നബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു? അപ്പോൾ ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കും, ശുദ്ധമായ ഖുർആൻ ഓതിയിട്ടില്ലേ നിങ്ങൾ? അല്ല തഖറഉൽ ഖുർആൻ, ഈ ഖുർആൻ ഓതിയിട്ടില്ലേ? ഖുർആൻ ഓതുന്ന ആളല്ലേ? അപ്പോൾ സ്വഹാബി പറയും, അതെ ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് ഖുർആനാണ്. ഖുർആൻ എന്തു പറഞ്ഞു അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. ഇങ്ങനെ തുടങ്ങിയ ഒരു 7ഓളം വരുന്ന വിശേഷണങ്ങൾ മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടുന്ന സവിശേഷതകളാണ്. മുഅ്മിനായ ഒരു മനുഷ്യന് നിർബന്ധമായി ജീവിതത്തിൽ പാലിക്കേണ്ട ചില ഗുണങ്ങളാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അത് പ്രവാചകരുടെ സവിശേഷതകളാണ്, കഴിഞ്ഞുപോയ സവിശേഷതകളാണ്, പ്രവാചകരുടെ ജീവിതത്തിൽ ഉണ്ടായ സ്വഭാവ ഗുണങ്ങളാണ് അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ മദഹ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. അങ്ങനെ തുടങ്ങി ആരാണ് ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ കാരുണ്യവാന്റെ യഥാർത്ഥ അടിമ ആരാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ വിവരിച്ചു തരുന്നുണ്ട്. അവരുടെ വിശേഷണം ആരാണ് അവർ? യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ ഒരു അടിമയ്ക്ക് വേണ്ടുന്ന വിശേഷണത്തിനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ പ്രവാചകരുടെ ജീവിതത്തിൽ ഉണ്ടായ വിശേഷണങ്ങളാണ് അതൊക്കെ. അപ്പൊ എന്തുമാത്രം ഇങ്ങനെ മുഅ്മിനീങ്ങളെ കുറിച്ചും ഇബാദുർ റഹ്മാനിനെ കുറിച്ചും അല്ലാഹു ഖുർആനിൽ പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പ്രവാചകരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ വിശേഷണങ്ങളാണ്. അപ്പൊ അല്ലാഹു അല്ലേ ഏറ്റവും കൂടുതൽ വലിയ മാധ്യമം അല്ലേ? പ്രവാചകനെ കുറിച്ച്, പ്രവാചകരുടെ സ്വഭാവത്തിനെ കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ മാധ്യമം അല്ലാഹു അല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂലുള്ളാഹി യഖുലു മുത്തഖിആ, നബി തങ്ങൾ പിന്നെ ചാരി ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലിരിക്കുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് നബി തങ്ങളുടെ മുട്ടിനോട്, കാൽമുട്ടിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുട്ടുകൾ ചേർത്ത് വെച്ചിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും അങ്ങയോട് ചോദ്യം ചോദിക്കാൻ വന്നതാണ്. നബി ചോദിച്ചു, അല്ലാഹു ജിബ്രീൽ എന്താണ് ചോദിച്ചുകൊള്ളുക? അല്ലാഹുവിന്റെ
അള്ളാഹു ചോദിക്കാൻ പറഞ്ഞു, നബിയെ അങ്ങേക്ക് സാധാരണ ഒരു അടിമയായി ജീവിച്ചാൽ മതിയോ, അടിമയായ ഒരു പ്രവാചകനായി ജീവിച്ചാൽ മതിയോ, അതല്ല രാജാധികാരമുള്ള ഒരു പ്രവാചകനായി ജീവിക്കണമോ? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ചോദ്യമാണ്, നബിയെ അങ്ങയുടെ മറുപടി എന്താണ്? രാജാവായിട്ട് ജീവിക്കണോ അതല്ല സാധാരണ ഒരു പ്രവാചകനായി ജീവിച്ചാൽ മതിയോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, സാധാരണ ഒരു അടിമയായ ഒരു പ്രവാചകനായി ജീവിച്ചാൽ. പ്രവാചകർക്ക് രാജാധികാരം വേണമെങ്കിൽ അത് കൊടുക്കും, എന്ത് വേണമെങ്കിലും അല്ലാഹു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ പ്രവാചകൻ ഇഷ്ടപ്പെട്ടത് ഞാനൊരു സാധാരണ മനുഷ്യനായി ജീവിച്ചാൽ മതി. മനുഷ്യനെ പോലെ, മറ്റുള്ളവരെ പോലെ, അണികളെ പോലെ, അണികളോടൊപ്പം നിന്ന് പ്രവർത്തിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. ഈ ചോദ്യവും ഈ മറുപടിയും കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി തങ്ങൾ പിന്നെ ചാരിയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഒരു ഉടമയുടെ മുമ്പിൽ ഒരു അടിമ എങ്ങനെയാണോ ജീവിക്കുക, ഒരു മുതലാളിയുടെ മുമ്പിൽ ഒരു സ്റ്റാഫ്, ഒരു തൊഴിലാളി എങ്ങനെയാണോ നിൽക്കുക, അതേപോലെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ഒക്കെ. ഒരു അടിമയുടെ മുമ്പിൽ, ഒരു പോലീസിന്റെ മുമ്പിൽ ഒരു കുറ്റവാളി എങ്ങനെയാണോ നിൽക്കുക, ഒരു ജഡ്ജിയുടെ മുമ്പിൽ അദ്ദേഹത്തിനെ കോടതിയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമ്പോൾ വളരെ വിനയാന്വിതനായി, നീ എത്ര വലിയ കൊലപാതകയാണെങ്കിലും അവൻ നെഞ്ചിന്ന് വിരിച്ചോടെ നിൽക്കൂല. ഒരു കൊലപാതകം ചെയ്ത മനുഷ്യനാണെങ്കിലും അവൻ അവിടെ വിരിച്ചുപോയി നിൽക്കൂല. അവന് പേടിയായിരിക്കും. അവിടെ 12 വർഷം കഠിന തടവ് അനുഭവിക്കണം, ലക്ഷങ്ങൾ കെട്ടിവെക്കണം, ജീവപര്യന്തം നേടണം. ഇതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ തെറ്റുകാരനായി അവിടെ ചിക്കുമ്പോൾ അവൻ അടിമയായിട്ട് അവിടെ നിൽക്കാം. സഹോദരങ്ങളെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരു അടിമയാണെന്ന് ആഗ്രഹിച്ചതല്ല, അടിമയാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്ന് ലോകത്തോട് പഠിപ്പിച്ചതെന്നു വിനയം എന്താണ് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന പ്രവാചകരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെപ്പോഴും ചായ കുടിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ചാരി ഇരുന്ന്, ചിലര് ചാരി കിടന്നിട്ട് അല്ലേ? അറബികള് നമുക്ക് കാണാൻ പറ്റും, സമ്പന്നന്മാരായ അറബികൾ, അവരുടെ മുമ്പിൽ ഒരുപാട് കോറിമാരൊക്കെ കാണും, ദുനിയാവിലെ കോറിമാര്. അവരെയൊക്കെ അവരുടെ ഡാൻസും ഇതൊക്കെ കണ്ടിട്ട് ചാരി കിടന്നിട്ടാണ് കുടിക്കുക. അതേപോലെ രാജാക്കന്മാർ, മന്ത്രിമാർ, വലിയ മുതലാളിമാർ ചാരി കിടന്നിട്ടാണ് കുടിക്കുക. ശാരീരികമായിട്ട് തന്നെ ഒരുപാട് ദുഷ്യഫലങ്ങൾ അതിലൂടെ ഉണ്ടാകുമെന്ന് ആരോഗ്യശാസ്ത്ര ഗവേഷകന്മാർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചര്യയാണ് എന്ത്? ഇരുന്ന് കുടിക്കുക, ചാരിയിരിക്കാതെ നിവർന്നു ഇരുന്നു കൊണ്ട് കുടിക്കുക. പ്രവാചകരുടെ ചര്യയാണ്. അടിമയെ പോലെ ഇരിക്കുക, തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുക. ആർക്ക് പറ്റും തറയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മളെ മൗലൂദൊക്കെ ഓതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തറയിരുന്ന സാധാരണ ഭക്ഷണം കഴിക്കുക. ചിലരെന്ത് ചെയ്യും? കസേരയിൽ പോയിരുന്ന് കഴിക്കും. പക്ഷെ ആ തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ഹൃദയത്തിൽ നിന്നും അഹങ്കാരം തുടച്ചു നീക്കപ്പെടുകയാണ്. അവന്റെ ഹൃദയത്തിൽ നിന്നും അഹംഭാവം ഇല്ലാതാകുകയാണ്. ഭക്ഷണം തറയിലിരുന്നിട്ട് കഴിക്കണം, തറയിൽ കിടന്ന ഭക്ഷണം എടുത്തു കഴിക്കണം. പ്രവാചകന്റെ ചര്യ അത് പിൻപറ്റുന്നതിലൂടെ എന്തെല്ലാം ദുസ്വഭാവങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറിപ്പോകുന്നത്. സഹോദരങ്ങൾ, പ്രവാചകന്റെ ജീവിതം ചെറുതല്ല. പഠിക്കാനും പഠിപ്പിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ധാരാളമുണ്ട്. അല്ലാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ, അങ്ങ് മഹത്തായ സ്വഭാവത്തിലുള്ളവനാണ്. അതായത് ആദം നബി മുതൽ പ്രവാചകർക്ക് തൊട്ട് മുമ്പ് വന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ഏതെല്ലാം പ്രവാചകന്മാർ ഇവിടെ കടന്നുപോയോ ആ പ്രവാചകന്മാർക്കുണ്ടായിരുന്ന മുഴുവൻ സ്വഭാവ ഗുണങ്ങളും ഒത്തിണങ്ങിയ പ്രവാചകനാണ് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം നബിക്ക് ഒരു സ്വഭാവം, മൂസാ നബിക്ക് മറ്റൊരു സ്വഭാവം, ഈസാ നബിക്ക് മറ്റൊരു സ്വഭാവം.
ഓരോ പ്രവാചകന്മാർക്കും ഓരോ ഗുണങ്ങളായിരുന്നു. ഈ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ പ്രവാചകർ അത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന് കൊടുത്ത 3 പേരുകൾ, അള്ളാഹുവിന്റെ 3 പേരുകൾ വിശേഷണങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരെ ഇട്ടുകൊടുത്തുകൊണ്ട് പരിചയപ്പെടുത്തിയത്. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين الرؤوف الرحيم. അസീസ്, റഊഫ്, റഹീം. അള്ളാഹുവിന്റെ നാമങ്ങളാണ്, വിശുദ്ധ നാമങ്ങളാണ്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. അസീസ്, അബ്ദുൽ അസീസ് എന്നാണ് നമ്മൾ അസീസിനെ വിളിക്കുക. അബ്ദുൽ റഊഫ്, അബ്ദുൽ റഹീം എന്നാണ്. റഹീം എന്ന് പേര് ഉള്ളവരെയൊക്കെ നമ്മൾ അടുത്ത് ചേർത്ത് വിളിക്കും. കാരണം എന്താണ്? അത് അള്ളാഹുവിന്റെ നാമമായതുകൊണ്ടാണ്. ആ നാമത്തെ കുറിച്ച് തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ നബിതങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അസീസാണ് അള്ളാഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് സഹോദരങ്ങളെ, പ്രവാചകന്റെ അനുയായികൾക്ക് ഉണ്ടാകുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകളും ഏറ്റുമുട്ടാൻ കരുത്തുള്ള പ്രവാചകരാണ് ലോകത്തിന്റെ പ്രവാചകർ സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകരുടെ അനുയായികളായ നമുക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ടോ ആ വിഷമങ്ങൾ അതേപോലെ പ്രവാചകർക്കും ഉണ്ടാകും. നമുക്കുണ്ടാകുന്ന പ്രയാസം, സാമ്പത്തിക വിഷമം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, നമ്മൾ ഏതെല്ലാം രീതിയിൽ വിഷമിക്കുന്നു അതേ വിഷമം പ്രവാചകർക്കും ഉണ്ടാകും. അത് അല്ലാഹുവിന്റെ റസൂലിനെ അറിയിച്ചു കൊടുക്കും. പടച്ചവൻ കൃപയുള്ള ആളാണ്. അതായത് കരുണയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ മേലെ തട്ടിലുള്ള ഒരു വാക്കാണ് റഊഫ്. കൃപയുള്ള ആളാണ്. കൃപയുടെ അങ്ങേയറ്റം കരുണ എന്ന് പറയാൻ പറ്റൂല, അതിനേക്കാൾ അപ്പുറമാണ് റഊഫ്, കൃപയുള്ള ആൾ. അള്ളാഹു നമുക്കും കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ നമ്മൾ പറയും, കൃപയുള്ളവരെ നീ റഊഫാണല്ലോ റബ്ബേ. പക്ഷെ പടച്ചവനെ റഊഫ് എന്ന് പരിചയപ്പെടുത്തിയ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അത്രത്തോളം കരുണയാണ് മനുഷ്യ ജീവികളോട്, സഹജീവികളോട്, സഹപ്രവർത്തകരോട്, അനുയായികളോട്, കുട്ടികളോട്. ഒരു ചെറിയ കുട്ടി വന്ന് പ്രവാചകരുടെ മുമ്പിൽ വന്ന് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും നബിതങ്ങൾ ആ കുട്ടിയുടെ കൈ മുസാഫഹത്ത് ചെയ്യണം. അതാണ് പ്രവാചകരുടെ കാര്യം. കൃപ എന്ന് പറഞ്ഞാൽ അതാണ്. ഭാര്യമാരോട് കൃപയുള്ളവർ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വിവരിക്കുകയാണ്, ഒരിക്കൽ ഒരു പാത്രം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി. ആ ഭക്ഷണം തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹയും നബിതങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റളിയല്ലാഹു അൻഹയും ഭക്ഷണം ഉണ്ടാക്കി നബിതങ്ങൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിരുന്നു. ഇത് ആയിഷ ബീവി അറിഞ്ഞു. എന്നിട്ട് ഒരു അടിമ പെണ്ണിനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പാത്രത്തിൽ കുറച്ച് ഭക്ഷണം ഇത് നബിതങ്ങൾക്കുള്ളതാണ്, ഇത് കൊണ്ടുപോയി നബിതങ്ങളുടെ കയ്യിൽ കൊടുക്കണം. കൊടുക്കുമ്പോ ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഹഫ്സയുടെ ഭക്ഷണം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം, ഇത് അവിടെ ഇട്ടിട്ടങ്ങ് വിട്ടോലെ, ഇത് അവിടെ ഇട്ടിട്ടങ്ങ് പോയേരെ എന്ന് പറഞ്ഞു. ആ അടിമപ്പെട്ട അതേപോലെ ചെയ്തു. ആയിഷ ബീവി കൊടുത്തു വിട്ട ആ ഭക്ഷണമുള്ള പാത്രം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കൊണ്ടു ചെല്ലുമ്പോ ഹഫ്സ റളിയല്ലാഹു അൻഹ, നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ തന്നെയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. ആ ഹഫ്സ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ ഭക്ഷണം നബിതങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ആയിഷ ബീവി പറഞ്ഞതുപോലെ ആയിഷ ബീവിയുടെ അടിമപ്പെട്ട് ആ സഹോദരി അതേപോലെ ചെയ്തു. ഭക്ഷണം കൊണ്ടുപോയി നബിതങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ പാത്രം മുഴുവനും തവിട് പൊടിയായി, താറുമാറായി പോയി, ഛന്ന ഭിന്നമായി പോയി. തറയിൽ അതിന്റെ പല കഷണങ്ങളായി വിതറപ്പെട്ടു. നബിതങ്ങൾക്ക് മനസ്സിലായി എന്താണ് സംഭവം. ആയിഷ ബീവിയുടെ ഒരു ചെറിയൊരു അസൂയയായിരുന്നു റളിയല്ലാഹു അൻഹ. അത് അവരിലുണ്ടായ ആ ഒരു അസൂയയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പൊതുസമൂഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ ഭാര്യമാരെ കുറിച്ച് ഒരിക്കലും മോശമായ ഒരു ചിന്ത അത് ഉമ്മത്തിന് കടന്നു വരാത്ത രീതിയിലായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. ആലിമീങ്ങൾക്ക് നമുക്ക് മനസ്സിലാകും. പക്ഷെ ആലിമീങ്ങൾ അങ്ങനെ ഒരു സംഭവം
ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ, ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരിക്കലും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവം വളരെ മോശമായിരുന്നു എന്ന് ഒരിക്കലും ആരുടെയും മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ പറഞ്ഞു കൊടുക്കണം. നബിതങ്ങൾക്ക് സ്വഭാവം മനസ്സിലായി, സംഗതി എന്താണെന്ന് പിടികിട്ടി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടിയില്ല. പുഞ്ചിരിയോടുകൂടി ആ കഷണങ്ങളായി കിടക്കുന്ന പാത്രത്തിന്റെ പല കഷണങ്ങളും കൈകൊണ്ട്, രണ്ട് കൈകൾ കൊണ്ട് പറക്കിയെടുത്തു. അത്രത്തോളം കൃപയും കാരുണ്യവും കുടുംബത്തിനോട്, ഭാര്യയോട്, മക്കളോടുണ്ടായിരുന്നു. സമൂഹത്തിനോട്, നബിതങ്ങളുടെ മുമ്പിൽ കൈനീട്ടി യാചിച്ചു വരുന്നവരോട്, അയൽക്കാരോട്, മറ്റുള്ള ജീവജാലങ്ങളോട്. ഇതൊക്കെ ചരിത്രം വിശാലമാണല്ലോ, ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ പറയാൻ. സഹോദരങ്ങളെ, ആ കൃപ, ആ കാരുണ്യം നമുക്കുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നവരാണ്. അടിയുടെ വിഷയത്തിൽ നമ്മൾ ആരും പിന്നിലല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാഫിളായതുകൊണ്ട് ഹിഫ്ള് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹിഫ്ളിന്റെ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആ അടിയൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ അടി മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു. കാരണം നമ്മൾ അടി കൊണ്ട് ശീലിച്ച് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അടിക്കാറുമുണ്ട്. എന്നാൽ അടി കൊടുക്കുമ്പോഴും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടികളോട് കാരുണ്യവും കൃപയും സ്നേഹവും കാണിക്കാൻ ഓരോ അധ്യാപകന്മാരും ശ്രമിച്ചാൽ ആ കുട്ടികൾ നമ്മളോടൊപ്പം നിൽക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു കൃപയുള്ളവരിൽ, കാരുണ്യമുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശാലമാണ് പ്രവാചകരുടെ ജീവിതം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു സിറാജൻ മുനീറ എന്നാണ് നബിതങ്ങളെ പരിചയപ്പെട്ടു. അതൊരു മറ്റൊരു മതമാണ്. സിറാജൻ മുനീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. പ്രകാശിക്കുന്ന, കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്കാണ് പ്രവാചകർ. എന്നാൽ ഈ സിറാജ് എന്ന വാക്ക് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ സൂര്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. وَجَعَلْنَا النَّهَارَ مَعَاشًا وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا وَجَعَلْنَا سِرَاجًا وَهَّاجًا. സിറാജ് എന്ന് ശംസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നബിതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സിറാജൻ മുനീറ എന്ന് പറഞ്ഞു, സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ സിറാജൻ വഹാജ എന്ന് പറഞ്ഞു. രണ്ട് അർത്ഥ വ്യത്യാസമുണ്ട്. രണ്ടും വിളക്ക് തന്നെയാണ്. രണ്ടും സഹോദരങ്ങളെ പ്രകാശം കൊടുക്കുന്നത് തന്നെയാണ്. പക്ഷേ സൂര്യൻ പകല് മാത്രമേ പ്രകാശം കൊടുക്കുകയുള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം അത് രാത്രിയിലും പകലിലും എപ്പോഴും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അതാണ് വ്യത്യാസം. മാത്രമല്ല സിറാജൻ വഹാജ എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഖുർആൻ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നത് അത് കത്തുന്നതാണ്. അത് മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്ന വിളക്കും കൂടിയാണ്. സൂര്യനാണ് അല്ലേ? സൂര്യന്റെ ചൂട് കൂടുതലായി എന്ത് ചെയ്യും? ആള് തളർന്ന് മരിച്ചു വീഴൂലേ? അതൊരു അദാബും കൂടിയാണ്. ഹർറുന്നാർ എന്നാണ് ആ വഹാജിന്റെ വ്യാഖ്യാനമായിട്ട് ഖുർആൻ പറയുന്നത്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഹർറുന്നാർ, അതായത് നരകത്തിലെ ചൂട് എന്നാണ്. ആ ചൂടാണ് സൂര്യനിൽ നിന്ന് ഏൽക്കുന്നത്. പക്ഷേ നബിതങ്ങളുടെ ആ പ്രകാശത്തിന് ചൂടില്ല, കുളിർമയാണ്, തണുപ്പാണ്, ആനന്ദമാണ്, ആശ്വാസമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഞാൻ നേരത്തെ ഓതിയ ആയത്തുണ്ടല്ലോ, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി. നബിതങ്ങളെ കുറിച്ച് വാചാലമായി അല്ലാഹു തആല പറഞ്ഞ ആയത്താണ്. ഈ ആയത്തിന്റെ വിശദീകരണമൊക്കെ നമുക്കറിയാം, ആയത്തിന്റെ മഹത്വം നമുക്കറിയാം. ഈ ആയത്ത് ഓതുന്നതിലൂടെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഓതുന്ന ഒരാൾക്ക് അന്നത്തെ ദിവസം മരണം പോലും സംഭവിക്കൂല എന്നാണ് ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു. വൈകുന്നേരം ഓതിയാൽ നാളെ നേരം വെളുക്കുന്നത് വരെയും മരണം പോലും സംഭവിക്കൂല, ഒരു ആപത്തും സംഭവിക്കൂല. മരണം പോലും ഹത്തൽ മൗത്ത് ഇമാം റാസിയെ പോലെയുള്ള മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പതിവാക്കി അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്ഖ് വർദ്ധിക്കാൻ അത് കാരണമാകും. ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു മുജാഹിദ് റഹിമഹുല്ലാഹ് വലിയ സൂഫി വൈദ്യനും പണ്ഡിതനും താബിഈങ്ങളിൽപ്പെട്ട ആളുമാണ്.
അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഒരു സദസ്സിൽ ശിഷ്യന്മാരും ഒത്തിരിക്കുമ്പോ ശിബിലി റഹിമഹുല്ലാ, നമുക്കെല്ലാവർക്കും അറിയാം, ബഗ്ദാദിൽ ജനങ്ങളെല്ലാം ഭ്രാന്തൻ എന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കുകയും പരിഹസിക്കുകയും ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്ത ശിബിലി റഹിമഹുല്ലാ, അദ്ദേഹം ആ സദസ്സിലേക്ക് കടന്നു വരുന്നു. ഉടനെ അബൂബക്കർ ഇബ്നു മുജാഹിദ് റഹിമഹുല്ലാ നൂറുകണക്കിന് ശിഷ്യന്മാരുടെ മുമ്പിൽ ഇരിക്കുകയാണ്, ഗുരുവര്യനാണ്. ഉടനെ ചാടി എഴുന്നേറ്റു ശിബിലി റഹിമഹുല്ലായെ കണ്ടപ്പോ. എന്നിട്ട് ഓടിപ്പോയി അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്തു. അബൂബക്കർ ഇബ്നു മുജാഹിദ് റഹിമഹുല്ലാ ശിബിലി റഹിമഹുല്ലയെ പോയി മുആനഖ ചെയ്യുകയും അദ്ദേഹത്തിനെ മുസാഫഹത്ത് ചെയ്യുകയും അദ്ദേഹത്തിന്റെ കണ്ണിൽ ചുംബിക്കുകയും ചെയ്തപ്പോ ശിഷ്യഗണങ്ങളെ ചോദിച്ചു, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഭ്രാന്തനാണ്, ബഗ്ദാദിലെ ഭ്രാന്തനാണ്, എന്തിനാണ് ഗുരുവര്യരായ അദ്ദേഹത്തിനേക്കാൾ മഹത്വമുള്ള നിങ്ങൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് പോയി മുആനഖ ചെയ്യുകയും അദ്ദേഹത്തിന്റെ കണ്ണിൽ എന്തിനാണ് ചുംബിക്കുകയും ചെയ്തത് എന്ന് ചോദിക്കുമ്പോ അബൂബക്കർ ഇബ്നു മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുത്തു, ഞാനൊരു സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്താണ്? അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു സ്വപ്നത്തിലൂടെ. പ്രവാചകർ ശിബിലിയെ ചെന്നിട്ട് ആ കണ്ണിൽ ചുംബിക്കുന്നതായി ഞാൻ കണ്ടു. ഉടനെ സ്വപ്നത്തിലൂടെ പ്രവാചകനോട് ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂല് എന്തിനാണ് ശിബിലിയുടെ കണ്ണിൽ ചുംബിച്ചത് എന്ന് ചോദിക്കുമ്പോ ആ ശിബിലിയുടെ മഹത്വത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ശിബിലി എല്ലാ ദിവസവും ഓരോ വഖത്ത് നമസ്കാരം കഴിയുമ്പോ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്തുകൾ. അമൃത് കുടിച്ചാൽ മരിക്കൂലെന്നാണ് പഴമക്കാരുടെ ഭാഷ്യം. ഹിന്ദുക്കളുടെ വിശ്വാസം അതാണ്, അമൃത് കുടിച്ചാൽ മരിക്കൂലെന്നാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ അമൃത് ഈ രണ്ടായത്തുകളാണ്. മരിക്കൂല ആയത്തുന്ന ദിവസം, പക്ഷേ മരിക്കുന്ന ദിവസം ഈ ആയത്തവൻ ബോധത്തുമില്ല. അതാണ് അല്ലാഹുവിന്റെ തഖദീർ. അജലെത്തുമ്പോ ആ ദിവസം തയ്യത്തില്ല, ആ മനുഷ്യനെ ഓതൂല. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, അന്നത്തെ ദിവസം ആയത്തിനെ ഓതാൻ തന്നെ അള്ളാഹു മറപ്പിച്ചു കളയും. അദ്ദേഹത്തിന് അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടാകും. അള്ളാഹു ചെയ്യട്ടെ. സഹോദരങ്ങളെ, ശിബിലി റഹിമഹുല്ലയെ കുറിച്ച് നബിയുടെ സ്വപ്നത്തിലൂടെ അബൂബക്കർ ഇബ്നു മുജാഹിദ് റഹിമഹുല്ലയോട് പറഞ്ഞു കൊടുക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിക്കാനുണ്ടായ കാരണം ഈ ആയത്ത് ഓതുകയും ശേഷം 3 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം ഞാൻ കൊടുത്തത് എന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൂടെ വന്ന അബൂബക്കർ ഇബ്നു മുജാഹിദ് റഹിമഹുല്ലയോട് പറയുന്നതും, അബൂബക്കർ ഇബ്നു മുജാഹിദ് റഹിമഹുല്ലാഹ് നബിതങ്ങളെ ചുംബിച്ച കണ്ണിൽ ചുംബിക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റ് പോയി ചുംബിച്ചത് എന്ന് ശിഷ്യന്മാരോട് ഈ ഗുരു പറഞ്ഞു കൊടുക്കുന്നത്. അത്രയും മഹത്വം ഈ ആയത്തിനുണ്ട്. കാരണം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ആയത്താണ്. കശംസി തല്ലദറുൽ ഐനൈനി മിൻ ബഅദി സഗീറതൻ വതുകിൽ തുർഫ മിൻ അമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു നമ്മേവരെയും പ്രവാചകരുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാഹന ദഅവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.